അന്നാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ നിന്നും ഒരു 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതും ഈ വേനൽക്കാലത്ത് എങ്ങോട്ടെന്നല്ലേ, നമ്മുടെ മൂന്നാറിലേക്ക്. അപ്പോൾ വേനൽക്കാലത്ത് മൂന്നാർ എങ്ങനെ ഇരിക്കും എന്നതാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. പോയപ്പോൾ ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ്, പോയ സ്ഥലങ്ങൾ ഒക്കെയാണ് ഞാൻ 2 പാർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. പിന്നെ കൂടെയുള്ളവരൊക്കെ നല്ല അടിപൊളി വൈബുള്ളവരായതുകൊണ്ട് തന്നെ വണ്ടിയിലൊക്കെ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗമൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ ഡാൻസൊക്കെ കുറച്ച് കളിച്ച് എല്ലാവരും ക്ഷീണിച്ചു. അപ്പോൾ ഇതേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയത് തലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഒരു 7 മണിക്കാണ് നമ്മുടെ എറണാകുളത്ത് നിന്ന് യാത്ര തിരിച്ചത്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായി. പിന്നെ നമ്മൾ എറണാകുളം അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂട് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയത് മൗണ്ട് പാർക്ക് ഇൻ ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് കയറിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരുപാട് അവരുടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഫ്രണ്ട് ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും നോക്കാൻ പോയില്ല. കാരണം മോർണിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വെജിറ്റേറിയനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ മസാല ദോശ, പൂരി, അപ്പം ഇതൊക്കെയാണ് നമ്മളെല്ലാവരും കഴിച്ചത്. അപ്പോൾ ഫുഡ് കുഴപ്പമില്ലാത്ത ഫുഡാണ്. ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. ബാക്കി കുറച്ച് പേര് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ബാക്കി യാത്ര തുടരാണ്. ഞങ്ങളിപ്പോൾ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മഹയുടെ ഹെഡ്സെറ്റ് കാണാനില്ല. എവിടെ പോയി മഹയുടെ ഹെഡ്സെറ്റ്? ശ്യാം ചേട്ടാ, മഹയുടെ ഹെഡ്സെറ്റ് കണ്ടോ? ടിനു, മഹയുടെ ഹെഡ്സെറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മഹാനെ പറ്റി തന്നെ പറയാവുന്നില്ല. പിന്നെ ഞാൻ അവളുടെ ഹെഡ്സെറ്റ് മൂന്നാറിലേക്കുള്ള യാത്രയിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല അല്ലേ. ലാസ്റ്റ് പോയ മൂന്നാർ ട്രിപ്പ് വീഡിയോയിൽ ആ കാഴ്ചകളൊക്കെ ഒരുപാട് കാണിച്ചതുകൊണ്ട് തന്നെ ഇതിലധികം കാണിച്ച് ഞാൻ മുഷിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഇടമാണ് കേട്ടോ. നമ്മുടെ പൊട്ടാസ് ഫൺ ഫാം ചെറ്റുപ്പാറ എന്ന സ്ഥലത്താണ്. ചെറ്റുപ്പാറ വാട്ടർഫോൾസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ചൂടായതുകൊണ്ട് മിക്ക സ്ഥലങ്ങളും ഡ്രൈ ആണ്. എന്നാലും നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആക്ടിവിറ്റീസൊക്കെ ആ ബ്രോഷറിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഇതൊക്കെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് അവിടെ കൊടുക്കാം. ഒരു 200, 250, 300 ആ റേഞ്ചിലൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ബാലിസിംഗ് എന്ന് പറഞ്ഞൊരു ഐറ്റം ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിന് വരുന്ന ചാർജ് തന്നെ 300 ആണ് ഒരാൾക്ക്. അപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവർ സെയിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ ഇതേ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതേ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു പോണ്ട് പോലെ അവിടെ വാട്ടർ സ്പോർട്സിൻ്റെ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഐറ്റംസൊക്കെ അവിടെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ. ഇതാണ് ഫൺ ഫിഷ് ഏരിയ.
ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഫൺ ഫിഷ് അരീന എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ്. അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഇരുന്ന് നമുക്ക് കാലിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് മീനെല്ലാം നമ്മുടെ ചുറ്റും വന്നിരുന്ന് ഇതുപോലെ ഫിഷ് സ്പായൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യും. ഇതാണ് ഒരു ആക്ടിവിറ്റി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 or 250 അങ്ങനെ എന്തോ സംതിങ്. സാധാരണ ചെറിയ കുഞ്ഞു വലിയ ഇതിൽ ഫിഷ് ടാങ്ക് നോട്ടോ. ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓസിലിത് കാണാം. ക്യാമറയും കൊണ്ട് വെള്ളത്തിലോട്ട് ചാടി അണ്ടർ വാട്ടർ ഷൂട്ട്. ഞാൻ എവിടെയാണത്? ഞാൻ ബാലിസിംഗ് പോണേ. എനിക്ക് ആരെങ്കിലും ഷൂട്ട് ചെയ്തല്ല. ചേച്ചി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാ? ഞാൻ മറ്റേ ഇതില്ലേ സിപ്പ് ലൈൻ, അത് 2 കിലോമീറ്റർ ഉണ്ടാ. ഫ്രണ്ട്സ്, അപ്പോൾ ദേ ബാലിസിങ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദേ മേളിലോട്ട് കയറി പോകണം. നല്ല വഴിയാണ്, പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് സ്വീപ്പ് ലൈനൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. എനിക്ക് ഇന്ന് ഷൂട്ട് ചെയ്ത് തരുന്നത് ഇത് ജെറിനാണ്. അപ്പം ഞാനും ജെറിനും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. എന്നെ കാണുന്നുണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ ബാലിസിങ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പോൾ ചെറിയൊരു പേടിയില്ലായില്ല. കാരണം പ്രത്യേകിച്ച് ഊഞ്ഞാലാടുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ നല്ല ശക്തമായിട്ട് ആട്ടുമ്പോൾ തന്നെ എനിക്ക് പേടിയുള്ളതാണ്. എന്നാലും ആ സിപ്പ് ലൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ധൈര്യത്തിൽ കയറാണ്. അപ്പോൾ അവർ ആദ്യം തന്നെ ഇതുപോലൊരു ബെൽറ്റ് ഇട്ടിട്ടാണ് നമ്മളെ കയറ്റത്. അപ്പോൾ ബാക്കിലൊരു ഹുക്കുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞത് ബാക്കിൽ വേറെ സപ്പോർട്ടീവ് ഊഞ്ഞാലായിട്ട് കണക്റ്റഡ് ഇല്ലേ എന്നതാണ് എൻ്റെ പേടി. അതുകൊണ്ട് കുറേ പൊട്ട ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചുകൊണ്ടിരുന്നേച്ചി. ആകെയുള്ള ഞാൻ കണ്ടത് ഒരു സൈഡിൽ നിന്നൊരു ബെൽറ്റ് നമ്മുടെ കാലിൻ്റെ ഭാഗത്തൂടെ അവരിങ്ങനെ കവർ ചെയ്യണതുണ്ട്. ബാക്കിലുള്ളത് ഹുക്ക് ഇടുന്നത് ഞാൻ പിന്നീടാണ് അത് മനസ്സിലായത്. ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായി. ദൈവം ശരിക്കും ഒരു സപ്പോർട്ട് ഇല്ലേ, ജസ്റ്റ് ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പേടി എനിക്ക് ശരിക്കും ഉണ്ടായി. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരാട്ടിൽ അങ്ങോട്ട് ആട്ടിയിട്ട് അവർ വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നല്ല, നിങ്ങൾ കണ്ടു നോക്കി. ആ പിള്ളേർ തന്നെ നിക്കണം. ചേച്ചി എന്താ ചോദിച്ചത്? ഒരു ആട്ടം ഉള്ളതാ? ഞാൻ ഒറ്റ ഒരു ആട്ടമാണ് ആട്ടേന്ന് ഓർത്ത്. ഞാനപ്പോ ബാലിസിങ് ചെയ്ത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം. ഞാൻ സിപ്പ് ലൈൻ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ബാലിസിങ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഒറ്റ ഒരു പ്രാവശ്യം ഇങ്ങനെ ആട്ടിയിട്ട് ആ ചേട്ടന്മാർ വിടുമെന്നാണ് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഒരു 5-6 പ്രാവശ്യത്തിന് മേലെ ആട്ടി വിട്ടു. നല്ല രസമുണ്ടായിരുന്നു. നൈസ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നവർ തീർച്ചയായിട്ടും
ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുപോലെ തന്നെ സിപ്പ് ലൈൻ ഉണ്ട്. ഇത് കണ്ടോ, സിപ്പ് ലൈൻ ഈ വരുന്നത് സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഇതൊക്കെയാണ്. അപ്പോൾ കണ്ടോ, ഞാൻ കാണിച്ചത് കണ്ടോന്നറിയില്ല. കണ്ടോ, ഇതൊക്കെ സിപ്പ് ലൈനിൻ്റെ ആക്ടിവിറ്റീസ്. താഴെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നോർമൽ ബോട്ടിങ്ങില്ലേ, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ബോട്ട് ഇങ്ങനെ തടി കഷ്ണം കൊണ്ട് എന്നിട്ട് അതിലിങ്ങനെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ബോട്ടിലൊക്കെ പോകുമ്പോൾ സൈഡിലിങ്ങനെ കാലിങ്ങനെ പുറത്തോട്ട് ഇട്ടിരിക്കാം, മനസ്സിലായി. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ എന്ത് കിട്ടും, മീനെല്ലാം വന്നിരുന്ന് നമ്മുടെ കാലിലിങ്ങനെ ഇരുന്ന് കടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫിഷ് പെഡിക്യൂറൊക്കെ ചെയ്യില്ലേ, ആ ഒരു ടൈപ്പ്. ഓക്കെ, നമ്മളിത് വഴിയിലൂടെയാണ്. ജെറി ഫോട്ടോ എടുക്കാം. ആദ്യം അടുത്ത 2 നമ്മുടെ ആൾക്കാർ സിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ ചെയ്തു ബാലിസിങ്, നൈസ് എക്സ്പീരിയൻസ്. മറ്റേ നൈസ്. നമ്മുടെ എടി സിപ്പ് ലൈൻ്റെ വേറൊരു ഇത്, സിപ്പ് ലൈൻ ഇവിടെ നിങ്ങൾ ഇത് ഞാൻ നമ്മുടെ ശ്വേത കന്യാകുമാരി എന്ന് പറഞ്ഞാൽ അവർക്ക് തമിഴാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തമിഴ് സംസാരിക്കാൻ എടുക്കുക അവരോട്. ഇവർ ഫസ്റ്റ് സിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ അത് മാറ്റി അവർ ബാലിസിങ് ആക്കി. കാരണം ഇവിടുത്തെ സിപ്പ് ലൈൻ ചെറുതാണ്, 150 മീറ്റർ അങ്ങനെ എന്തോ ഡിസ്റ്റൻസേ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർ ബാലിസിങ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആ ബോട്ടിന്റെ കണ്ട 2 സൈഡിലും മീൻ വന്ന് നിറഞ്ഞിരിക്കണം. വരട്ടെ, ഒരാൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പൊ വരും, പിടിച്ചോ. അയ്യോ അയ്യോ, കന്യാകുമാരി എക്സ്പ്രസ് വരുന്നരാ. കന്യാകുമാരി മിഞ്ചി മിഞ്ചി പോടാ, തണ്ണിക്കുള്ള വീഴുവാ, ഭയപ്പെടാതെ. ശാലു താഴേന്ന് ഷൂട്ട് ചെയ്യാ, ഞങ്ങൾ മേളിന്ന് ഷൂട്ട് ചെയ്യാ ശാലുന. അവിടെ നിൽക്കുമ്പോ അങ്ങോട്ട് ചാടിക്കോ. ഒറ്റ കമ്പി പിടിച്ചാൽ മതി കേട്ടോ, 2 പിടിച്ചാൽ ഷോക്ക് അടിക്കും. എപ്പടി ഇருக்கு? എംബാർക്ക് ചെയ്ത് കാരണം പിന്നെ എലിവേറ്റ് എക്സ്പീരിയൻസ് ആണ്. സീംലെസ്സും കൂടി കൊടുക്കണം. എക്സ്പീരിയൻസ് ആയിരിക്കണേ ചേട്ടാ. കയറ് കെട്ടണ്ട ചേട്ടാ, ആൾക്ക് നല്ല എക്സ്പീരിയൻസാ. തിരിച്ചു വരുമ്പോളേ സർവറ്റേക്ക് ഒരു പ്ലാനും മന്ത്രയ്ക്ക് 2 കണ്ടന്റും. പിന്നെ എടി കറക്റ്റ് ടൈമാണ് നിനക്ക് നിന്റെ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ഇങ്ങനെ വളർത്താൻ പറ്റുന്ന ടൈമാ ചേട്ടാ. അവൾക്ക് അതിന് ആവശ്യമില്ല ചേട്ടാ, വേണ്ട. വേദനിക്കലുണ്ടാ സാറേ മീനിന്റെ പേര് കേട്ടോ, ഇക്കിളി ഇടണ്ട, ഇക്കിളി. ചേച്ചി അവിടെ ഒരു വീഡിയോ എടുത്തോ, മഹാനെ കിട്ടത്തില്ല നീ. ഇപ്പൊ കറക്റ്റ് യോജിക്കുന്നുണ്ട്. കയ്യില് വെച്ച് കൊടുക്ക്, കയ്യില് വെച്ച് കൊടുക്ക്. എന്റെ വായ വലിയ വായല്ലോ, ശാലിന്റെ ഒരു വിരല് കടിച്ചെടുക്കാനുള്ള വായ. ഈ ചേച്ചിനെ വെച്ച് വെറുതെ നമ്മൾ അത്ര കഷ്ടപ്പെട്ടത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോകാത്ത നമ്മളെ മനസ്സിലായത്.
ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ 2ാം മൈൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ജീപ്പ് സഫാരി ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 15 പേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2 ജീപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 2 ജീപ്പിന് 5500 രൂപയാണ് വരുന്നത്. അപ്പോൾ അവർ 2 സ്പോട്ടാണ് നമ്മൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ടായ വെറിപ്പാറ വാട്ടർഫോൾസിലേക്കാണ് ഫ്രണ്ട്സ് നമ്മൾ ആദ്യം തന്നെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ റേറ്റ് എല്ലാം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ പ്രൈസാണ്. അപ്പോൾ ഇനി വരാൻ താല്പര്യമുള്ളവർക്ക് എത്രയാണ് നമ്മൾ ഈ ജീപ്പ് സഫാരി ചെയ്യണമെങ്കിൽ ഇന്ന സ്പോട്ടിന് പോകുന്നതെങ്കിൽ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൂടെ അവർക്ക് വേറെ പാക്കേജ് ഉണ്ട് കേട്ടോ, 1 ഡേ ഫുൾ ആയിട്ടുള്ള പാക്കേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസ് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പോകുന്ന വഴിയെല്ലാം ഞാൻ പറയുന്നതാണ്. ഫ്രണ്ട്സ്, പോകുന്ന വഴിയെല്ലാം കുറേ വളവുകളുള്ള വഴികളായിരുന്നു. മൂന്നാറായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ജീപ്പിലായതുകൊണ്ട് ശരിക്കും ഈ വാള് വെക്കുന്നവർക്ക് പണി കിട്ടുന്ന പരിപാടിയാണ്. ഭാഗ്യത്തിന് ഞാൻ മരുന്ന് കഴിച്ച്, അതായത് വാള് വെക്കാതിരിക്കാൻ മരുന്ന് കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ബാക്കി 1-2 പേരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ വാളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് യാത്ര തുടർന്നത്. കാരണം ജീപ്പിന് നല്ല കുലുക്കുണ്ടെന്ന്. അപ്പോൾ ആദ്യമൊക്കെ നല്ല റോഡായിരുന്നു. പിന്നെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും കൂടെ നമുക്കിതിൽ കിട്ടി. എനിക്ക് ഓഫ് റോഡ് കാണിക്കേണ്ട ആൾക്കാരോ? എന്റെ ആരാധകർ എന്നെ കാത്തിരിക്കും. എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. 7000 ആൾക്കാരെ എനിക്ക് കാണിച്ചു കൊടുക്കണം. ഞാനിവിടെ പിടിക്കരുത്, ഞങ്ങൾ മറ്റേ എന്റെ 92 സബ്സ്ക്രൈബേഴ്സ്. ഹലോ ഗൈസ്, നീ എന്നെ കെട്ടിത്തൂക്കി ചാകാൻ പോണോ? ബൈ. കുടിക്കാൻ പോണ്ടല്ലോ ഇവിടെ രാത്രി. തരം മൂടിയിരിക്കുന്ന
ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ വാട്ടർഫോൾസ് റിപ്പാറ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് 1 hour ആണ് കേട്ടോ അതിനുള്ള നമുക്ക് ടൈം അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി വെള്ളത്തിലൊക്കെ കുളിക്കാവുന്നതാണ്. അത്യാവശ്യം സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. നമുക്കവിടെ കൂടാതെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള നമുക്ക് റൂംസൊക്കെ അവിടെ ഫെസിലിറ്റീസ് ഉണ്ട്, ബാത്റൂമൊക്കെ ഉണ്ട്. അതുതന്നെ വലിയ ഉപകാരം. അതുകൊണ്ടാണ് ഞങ്ങളിത് ചൂസ് ചെയ്തത്. പിന്നെ അവിടെ ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ, സേഫ്റ്റിക്ക് ഗാർഡ്സ് 2 പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ ചെന്നു, ജസ്റ്റ് കണ്ടു. ഇപ്പോൾ ഡ്രൈ ആയതുകൊണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വെള്ളം ഇപ്പോൾ ഇല്ല, വേനൽക്കാലം ആയതുകൊണ്ട്. എന്നാലും ആ ഒരു ഭാഗത്ത് നല്ല വെള്ളവും ഇവിടെ ഇങ്ങനെ പോണ്ട് പോലെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിലിറങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്ന് ഇറങ്ങാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടോ. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല, വെള്ളത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കാല് വെച്ചപ്പോഴാണ് തണുപ്പ്, നല്ല തണുപ്പ്. ഞാൻ കുറേ നേരം പേടിച്ചിരുന്നു, പതുക്കെ സ്റ്റെപ്പായിട്ട്, അതായത് കാല് മാത്രം നനയ്ക്കാന്നുള്ള പ്ലാൻ വരെയായി. കാരണം അത്ര തണുപ്പ്. എനിക്കൊക്കെ തണുപ്പെന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല, തണുപ്പ് കുഴപ്പമില്ലാത്തവർക്ക് ഇത് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പതുക്കെയാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്ക് ചില സ്ഥലത്ത് തെന്നലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കെയർ ചെയ്യണം. പിന്നെ അവിടെ ഒരു കയർ അവർ കെട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കയറിൽ പിടിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സേഫ്റ്റിയാണ്. നീന്തൽ അറിയാത്തവർക്കൊക്കെ പ്രത്യേകിച്ച്, നീന്തൽ അറിയുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചില സ്ഥലത്ത് ചവിട്ടുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, തെന്നൂല്ലേ, ആ തെന്നലുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം വേറെ കുഴപ്പമില്ല, നല്ല തണുപ്പാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫുള്ളായിട്ട് നനച്ചതും തല ഒന്ന് നനച്ചത്. കുറേ വെള്ളമൊക്കെ പിള്ളേരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ചെന്ന് കുറച്ച് നനയാനൊക്കെ തുടങ്ങി. നനഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ നൈസ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വരണം. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നമ്മൾ ഈ ചൂടത്ത് കിടന്ന് ഉരുകുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വരണം, നല്ലതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വരാനും നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ എൻജോയ്മെൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. കൊള്ളാം. ഫോട്ടോവാ ഞാനില്ല, പൊക്കോ.
എല്ലാരും ഇവിടെ സ്റ്റക്ക് ആവരുത്. ഓക്കേ, സ്റ്റാർട്ട്. ഓക്കേ, സ്റ്റാർട്ട്. ഫ്രണ്ട്സ് ശരിക്കും അടിച്ചു പൊളിച്ചോടെ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. വെള്ളം നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല പവറിലാണ് വെള്ളം വരുന്നത്. എല്ലാവരും അടിച്ചു പൊളിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ 4 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഈ ചൂടത്ത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു, റിഫ്രഷ് ആയതുപോലെ ആയിരുന്നു എല്ലാവരും. അപ്പോൾ മൂന്നാർ വരുമ്പോൾ വാട്ടർഫോൾസൊക്കെ ഉണ്ടെങ്കിൽ മിസ് ചെയ്യരുത്, എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. വാട്ടർഫോൾസ് പോകണം. വെറുപ്പുറ വാട്ടർഫോൾസ് സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ലക്കമാണ് ചൂസ് ചെയ്തത്. പക്ഷേ ലക്കത്തിൽ ആദ്യം പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ ഭയങ്കര റഷാണെന്നാണ് കേട്ടത്. പിന്നെ വെള്ളവും കുറവാണെന്നും പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാവരോട് ചോദിച്ചപ്പോൾ അവർ ചൂസ് ചെയ്തത് ഇതാണ് ഫസ്റ്റ് പറഞ്ഞത്, വെറുപ്പാറ വാട്ടർഫോൾസ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, ഈ ജീപ്പ് സഫാരി വഴി. അപ്പോൾ ഇവിടെ മൂന്നാർ വരുന്നവർ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു വാട്ടർഫോൾസാണ് വെറുപ്പാറ. പക്ഷേ സേഫായിട്ട് എല്ലാവരും നോക്കി വേണം. നല്ല തെന്നലുള്ള സ്ഥലവും കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം തട്ടിയപ്പോ എല്ലാരും പെരുകിയോ? എല്ലാവർക്കും എല്ലാം വന്നു. ശരിയാ അല്ലേ? ഒരു ചേട്ടാ പറക്കാപ്പോ വെള്ളത്തിൽ പോയി കുളിച്ചു. മഹാ കുളിച്ചില്ല, കാർത്തിക കുളിച്ചില്ല. ഇതാണ് എന്താണ് സാധനം? ഉണ്ടെന്ന് വരാൻ പറ്റുമല്ലോ. എന്ത് തന്നാലും കയറ്റി വിടും. വേറെ എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്ത് ആ ക്യാമറ താഴത്ത് വെക്കണ നല്ലായിരിക്കും. റിസ്കി ബിസിനസ്. ഐ ലൈക്ക് റിസ്കി ബിസിനസ്. തറവീണ് പൊട്ടിയാൽ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാൻ കേട്ടോ. നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് കോട്ടപ്പാറ ഹിൽസ് ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ഹിഡൻ സ്പോട്ട്സ് ഉണ്ടോ? ഹൈ ഗൈസ്, ദിസ് ഈസ് അവർ ഹിഡൻ സ്പോട്ട്. നോക്കൂ, ഈ സ്പോട്ടിന്റെ പേര് പറയടാ. ഈ സ്പോട്ടിന്റെ പേര് വിരിപ്പാറയുടെ അല്ലേ? എന്താണ് ഇതിന്റെ പേര്? വ്യൂ പോയിന്റിന്റെ പേരെന്താ? സൂയിസൈഡ് പോയിന്റ് ഓഫ് വിരിപ്പാറ. അതെ, ടെൻഡൻസി ചെയ്തോണ്ട് ഇതൊക്കെ കൊടൈക്കനാൽ മഞ്ഞുമൽ ബോയ്സിന്റെ ട്രീ ആക്കിയാലോ, അതിന്റെ മെളിക്കരുത്. എല്ലാം കൂടി താഴെ വീണ്
നല്ല എക്സ്പീരിയൻസ് ആർക്കും ട്രൈ ചെയ്യാം. ആ ഫുഡ് കഴിക്കണം. ഇങ്ങോട്ട് വരാ ആയിത്തേ സ്റ്റാർട്ടിംഗ് പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് കോട്ടപ്പാറ അത് കഴിഞ്ഞിട്ടാണോ വെരുപ്പാറ വാട്ടർഫോൾസ്? അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊക്കെ പോകും. പിന്നെ കഴിഞ്ഞിട്ട് റിവർ ക്രോസിംഗ് പെരുമ്പകുത്ത്, അത് കഴിഞ്ഞ് തേറ്റത്തിരി വാട്ടർഫാൾസ്, അത് കഴിഞ്ഞ് ഹാങ്ങിങ് ബ്രിഡ്ജ്, അത് കഴിഞ്ഞ് നേരെ അണക്കും. അപ്പൊ എത്ര പോയി ഒരു വെയിറ്റിംഗ്. ഇത്രയാണെങ്കിൽ എത്ര പ്രൈസ് തന്നെ? പാക്കേജ് എങ്ങനെയാ? പാക്കേജ് നമ്മൾ 7 രൂപ എടുക്കാം. 7000. നെക്സ്റ്റ് ടൈം വരുമ്പോൾ അന്നയുടെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ട് തരുന്ന. ഫ്രണ്ട്സ്, നമ്മളുടെ ജീപ്പ് സഫാരി എല്ലാം കഴിഞ്ഞ് നമ്മളിതേ നമ്മുടെ ട്രാവലറിൽ കയറി തിരിച്ച് നമ്മൾ യാത്ര പിന്നെയും തുടരുകയാണ് മൂന്നാറിലേക്കുള്ളത്. അപ്പം നമ്മൾ മൂന്നാറിൽ പോകുന്ന അടുത്ത പ്ലേസ്, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ സ്ഥലം ഭയങ്കര അടിപൊളി വൈബുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് ഏത് സ്ഥലമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായും വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.